ഏവർക്കും വൃത്തങ്ങൾ എന്ന അധ്യായത്തിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വൃത്തത്തിൽ വ്യാസമല്ലാത്ത ഞാണ് വരച്ചത് അല്ലെ, ഒരു കോഡ് ഡയമീറ്റർ അല്ലാത്ത കോഡ് വരച്ചാൽ വലിയ ഭാഗത്തേക്ക് ഉണ്ടാകുന്ന ആംഗിളിന്റെ പ്രത്യേകത, ചെറിയ ഭാഗത്തേക്ക് ഉണ്ടാകുന്ന ആംഗിളിന്റെ പ്രത്യേകത, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ: In the picture, O is the center of the circle. Angle OAB equal to 25 degree. Calculate the central angle of arc APB, the central angle of arc ACB, angle C, angle P. വൃത്തത്തിന്റെ കേന്ദ്രമാണ് കോൺ OAB സമം 25 ഡിഗ്രി ആണെങ്കിൽ ചാപം APB യുടെ കേന്ദ്രകോൺ എത്ര, ചാപം ACB യുടെ കേന്ദ്രകോൺ എത്ര, കോൺ C എത്ര, കോൺ P എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് സർക്കിളിന്റെ സെന്റർ ആണ്. ഇത് 25 ഡിഗ്രി. കണ്ടുപിടിക്കേണ്ടത് APB എന്ന ഈ ചാപല്ലേ അതിന്റെ കേന്ദ്രകോണാണ്, അതായത് ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ ACB എന്ന ചാപം ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ കേന്ദ്രകോൺ അതുമാണ്. പിന്നെ കോൺ C എത്ര, കോൺ P എത്ര? 1, 2, 3, 4 ഈ 4 അടയാളപ്പെടുത്തുന്ന ആംഗിൾസ് ആണ് കാണുന്നത്. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഒരു സർക്കിള് ഡയമീറ്റർ അല്ലാത്ത ഒരു കോഡ് വരച്ചു. വലിയ ഭാഗത്തേക്ക് ഉണ്ടാകുന്ന ആംഗിൾ സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ്, ഇതിന്റെ പകുതിയാണ് അല്ലെ. ചെറിയ ഭാഗത്തേക്ക് ഉണ്ടാകുന്ന ആംഗിൾ സെൻട്രൽ ആംഗിളിന്റെ പകുതി 180 കുറച്ച്, അപ്പൊ തമ്മിലൊക്കെ ബന്ധം. പിന്നെ ഇതും കൂട്ടിയാൽ 360 ഡിഗ്രി അല്ലെ. പിന്നെ നമ്മൾ ഇങ്ങനെ പഠിച്ചു, അങ്ങോട്ടുള്ള ആംഗിളും ഇങ്ങോട്ടുള്ള ആംഗിളും സപ്ലിമെന്ററി ആണ് വരുന്നത് അല്ലെ. ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഇതിന്റെ സമ്മ് 180 സപ്ലിമെന്ററി ആണ്. അനുകൂലമായിട്ട് 180 ഡിഗ്രി. അപ്പൊ ഈ കോൺ അറിയുമെങ്കിൽ ഇതെല്ലാം കൂട്ടിയാൽ 180 അല്ലെ. പിന്നെ ഇത് 30 ആണെങ്കിൽ ആ ആർക്കിൽ ഉണ്ടാകുന്ന ആംഗിൾസ് ഒക്കെ 30 ആയി. ഈ ആംഗിൾസ് ഒക്കെ സെയിം ആയി. ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇവിടെ നോക്കാം, ഇവിടെ ആകെ ഒരു ആംഗിളിനെ തന്നിട്ടുള്ളൂ ഈ 25 ഡിഗ്രി. 1, 2, 3, 4 എണ്ണം. ഈ ആംഗിൾ കൂടെ പറയാം. 1, 2, 3, 4, 5, 6. ഇവിടെ 6 ആംഗിൾസ് ഉണ്ട്, 6 കോണുകളുണ്ട്. 1, 2, 3, 4, 5, 6. ഈ 6 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു കോണ് തന്നാൽ ബാക്കി 5 കോണും 5 ആംഗിളും നമുക്ക് കണ്ടുപിടിക്കാം. ഈ ആണെന്നത്തിൽ ഇവിടെയാണ് നിൽക്കുന്നത്. ഇനി ഇത് തന്നാൽ മതി, ബാക്കി കാണാം. ആ കോണാണ് നിൽക്കണമെങ്കിൽ ബാക്കി കാണാം. ഈ 6 സ്ഥലങ്ങളിലുള്ള കോണുകളിൽ ഏതെങ്കിലും ഒരു കോൺ, ഒരു ആംഗിൾ തന്നാൽ ബാക്കി വരുന്ന 5 ആംഗിൾസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതിന് ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: APB യുടെ സെൻട്രൽ ആംഗിൾ, ഈ ചാപത്തിന്റെ കേന്ദ്രകോൺ. ഒരു ചാപത്തിന്റെ കേന്ദ്രകോൺ എന്ന് പറഞ്ഞാൽ ആ ചാപത്തിന്റെ 2 അറ്റങ്ങൾ വൃത്തകേന്ദ്രവുമായി യോജിപ്പിച്ച് കിട്ടുന്ന കോണിനെയാണ് കേന്ദ്രകോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ APB യുടെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ APB യുടെ 2 എക്സ്ട്രീംസ് അറ്റങ്ങളിൽ എയും ബിയും, ഈ എയും ബിയും സെൻട്രലിലേക്ക് വരച്ചാൽ കിട്ടുന്ന കോൺ ഇതാണ് APB യുടെ സെൻട്രൽ ആംഗിൾ. ഓക്കെ, ACB എന്ന ചാപത്തിന്റെ കേന്ദ്രകോണോ ACB യുടെ സെൻട്രൽ ആംഗിൾ, അതിന്റെ 2 എക്സ്ട്രീംസ് അറ്റങ്ങള് എയും ബിയും, അവർ കേന്ദ്രത്തിലേക്ക് വരച്ചാൽ കിട്ടുന്ന കോണ് ഇതല്ല, അത് ഇങ്ങനെയാണ്. ഇതാണ്. അപ്പൊ ഇത് 2 സെൻട്രൽ ആംഗിൾസ് ആണ്. 2 കൂട്ടിയ 360 നമുക്ക് അറിയാം. ഇത് കാണും, ഇത് കാണും, 2 എണ്ണമായി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ഈ ആംഗിൾ എത്രയാണ്, നാലാമത്തെ എത്രയാണ്? ഗിവൺ ദാറ്റ് നമുക്ക് എന്താ തന്നിട്ടുള്ളത്? കോൺ OAB ഈക്വൽ ടു എത്രയാണ്? 25 ഡിഗ്രി അല്ലെ. ഇത് 25 ആണെങ്കിൽ ഈ കോൺ എത്രയാണ്? ഇത് ചോദിച്ചിട്ടില്ല, പക്ഷെ ഇതിലൂടെ ഒക്കെ പോണെങ്കിൽ നമുക്ക് ഇത് പറയാം. ഇത് 25 ആണെങ്കിൽ എത്രയാണ്? 25 അല്ലെ. എന്താ കാരണം? ഈ വരയും ഈ വരയും OA എന്നുള്ള വര OB എന്നുള്ള വരയും സമമാണ്, ആരങ്ങളാണ്, റേഡിയസുകളാണ് അല്ലെ. വൃത്തത്തിന്റെ റേഡിയസ് അല്ലേ. അപ്പൊ ഇത് 2 സമമാകുമ്പോ ഈ ത്രികോണം ഐസോസിലസ് ട്രയാങ്കിൾ ആണ്, സമപാർശ്വ ത്രികോണാണ്. സമപാർശ്വ ത്രികോണത്തിന്റെ 2 തുല്യ വശങ്ങൾ ഉണ്ടാവും ഉറപ്പായിട്ടും.
രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ എന്ന് പറയാൻ പറ്റില്ല. സമപാർശ്വ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ എന്ന് പറയാൻ തന്നെ പറ്റില്ല. ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ എന്ന് പറയാം. ചിലപ്പോൾ രണ്ട് വശം തുല്യമായ ത്രികോണം ഉണ്ടാവും, തുല്യമില്ലാത്ത ത്രികോണം. ഒരു സമഭുജ ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾ തുല്യമാണെങ്കിൽ എന്ന് പറയാൻ തന്നെ പറ്റില്ല. സമഭുജ ത്രികോണത്തിന്റെ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായി മൂന്ന് വശം തുല്യമാണ്. പിന്നെ തുല്യമാണെങ്കിൽ എന്ന് പറയാൻ ഒരു ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾ തുല്യമാണ്. സമയം മനസ്സിലാണെങ്കിൽ ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ എന്ന് പറയാൻ പറ്റും. ഇഫ് ടു സൈഡ്സ് ഓഫ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ ആർ ഈക്വൽ, അങ്ങനെ പറയാൻ. ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ then that triangle is called isosceles. അപ്പൊ ഐസോസിലസ് ആയിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡ് ഈക്വൽ ആണ്. ഈ ആണെങ്കിൽ ഓപ്ഷൻ കൊടുക്കാൻ പറ്റില്ല ഐസോസിലസിന്. സമഭുജ ത്രികോണാണെങ്കിൽ ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ ഉറപ്പാ മൂന്ന് ആംഗിൾസും സെയിം ആണ്, മൂന്ന് സൈഡ്സും സെയിം ആണ്. അപ്പോൾ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡ്സും സെയിം ആണെങ്കിൽ എന്ന് പറയുന്നത് ആണെങ്കിൽ എന്നല്ല ആണ്. അപ്പൊ ഇത് 25 ആണെങ്കിൽ അതും 25. കാരണം എന്താ? സമപാർശ്വ ത്രികോണമാണ്, ഐസോസിലസ് ട്രയാങ്കിൾ ആണ്, OB തന്നെയാണ്, OA റേഡിയസ് ആണ് അല്ലേ. അപ്പൊ 25 ആകുമ്പോൾ അതും 25. ഏതായിരുന്നു? OBA ആംഗിൾ OBA ഈക്വൽ ടു 25 ഡിഗ്രി. ഓക്കെ, ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിൾസും കൂട്ടിയാൽ നമുക്കറിയാം 180 ഡിഗ്രി ആണ് അല്ലെ. ഇതും 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 ഇതല്ലേ മൂന്ന്, ഒന്ന് രണ്ട്, മൂന്നാമത്തെ അല്ലതല്ലേ. ഇത് മൂന്നും കൂട്ടിയാൽ 100. ഇത് രണ്ടും പാടെ കൂട്ടിയത്ര 50 ആയി. അപ്പൊ ഇത് ബാക്കി എത്രണ്ടാവും? 130. ഇതിന്റെ പേര് AOB എന്ന ആംഗിൾ AOB. പക്ഷെ ക്വസ്റ്റ്യൻ ആംഗിൾ AOB എത്ര നല്ല ചോദിച്ചു. പകരം APB യുടെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? അതന്നെയാണ് AOB. സോ ഒന്നാമത്തെ ആൻസർ ചാപം APB യുടെ കേന്ദ്രകോൺ സെൻട്രൽ ആംഗിൾ ഓഫ് ആംഗിൾ APB ഈക്വൽ ടു എത്രയാ? ആ രണ്ടും കൂട്ടി 50 ബാക്കി എത്രയാ? 130 ഡിഗ്രി. ഇതാണ് ചാപം APB യുടെ കേന്ദ്രകോൺ സെൻട്രൽ ആംഗിൾ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എത്രയാണ്? ഇതും ഇതും തമ്മിൽ പറഞ്ഞല്ല. ഇത് മൊത്തം എത്രയാ? ഇത് മൊത്തം കൂട്ടിയാ വന്നില്ല. ഒരു ചാപത്തിന്റെയും അതിന് മറു ചാപത്തിന്റെയും സെൻട്രൽ ആംഗിൾസിന്റെ സമ്മ് 360 ആണ്. The sum of central angles of alternate arcs is 360 degree. ഇതിന്റെയും കോണുകളുടെ തുക 360. അപ്പൊ അത് 130 എത്രണ്ടാവും? 360 130 കുറച്ച് കൊടുക്കാം അല്ലെ. ഇതിന്റെ പേരെന്താ? ACB യുടെ കേന്ദ്രകോൺ. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ചാപം ACB യുടെ കേന്ദ്രകോൺ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ACB. ഇത് ചാപം ACB എന്ന് പറയും. ഓക്കെ, അതിന്റെ കേന്ദ്രകോണാണ് 360 140 361 130 വർക്ക് എത്രണ്ടാ? 230 അല്ലെ. കൂട്ടി നോക്കാം 360. അപ്പൊ കിട്ടി ഈ ആംഗിൾ കിട്ടി എത്രയാണ്? 200. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് എത്രയാണ്? ആംഗിൾ C എത്രയാണ്? നാലാമത്തെ ആംഗിൾ P എത്രയാണ്? ഈ കേന്ദ്രകോണിന്റെ പകുതി അല്ലാതെ ഉണ്ടാവും അല്ലെ. കേന്ദ്രകോണിന്റെ പകുതി വലിയ ഭാഗത്തേക്ക് പോകുന്ന കോൺ പറഞ്ഞു. ഇത് 130 എത്ര ഉണ്ടാവും? 130ന്റെ പകുതി എത്ര? 60. അപ്പൊ നമുക്ക് കിട്ടി എത്ര? ആംഗിൾ C എത്ര ഉണ്ടാ? 130യുടെ പകുതി എത്ര ഉണ്ടാവുക? 65. ഇനി ഇത് 65 ഡിഗ്രി ആണെങ്കിൽ ഇതെത്ര? ഇവർ തമ്മിൽ ബന്ധമുണ്ടല്ലോ. ഇവർ തമ്മിൽ എന്താ ബന്ധം? സപ്ലിമെന്ററി ആണ് അല്ലെ. സപ്ലിമെന്ററി പറഞ്ഞാല് തുക 180 ആണ്. ഓക്കെ, രണ്ടും കൂട്ടിയാൽ 180. അത് 65 ആണ്. ഇതെത്ര ഉണ്ടാവും? 180ക്ക് ബാക്കി നോക്കിയാൽ മതി. സോ ആംഗിൾ C ഈക്വൽ ടു 180 65 കുറക്കാം. 180 60 കുറക്കുകയാണെങ്കിൽ 120 ആണ്. അപ്പൊ 5 കൂടി കുറച്ചാൽ 115. 115 65 കൂട്ടിയേക്കാം. കറക്റ്റ് അല്ലേ? അപ്പൊ ഈ ആംഗിൾ കിട്ടി 115. അപ്പൊ 25 ആണെങ്കിൽ ഇതും ഇത് രണ്ടും സെയിം ആയിരിക്കും. 50 ആയി. അപ്പൊ 130 നാളെ 180 ആവും. ഇത് 130 ആണെങ്കിൽ ഇത് 230 ഉണ്ടാവും. ഇത് രണ്ടും പാടെ 300. ഇതിന്റെ പകുതി ആവണം അല്ലെ. പിന്നെ ഇതിന്റെ പകുതി 180 കുറച്ചാൽ കിട്ടും നമ്മൾ പഠിച്ചു. അല്ലെങ്കിൽ ആ കോണും ഈ കോണും കൂട്ടി എത്ര കിട്ടാം? അതും ഇതും കൂട്ടിയാൽ സപ്ലിമെന്ററി ആണ്. 180 ആണ് സമയം. അത് 65 ആണ്. എത്ര ഉണ്ടാവും? 115. ഇത് രണ്ടും കൂട്ടിയേക്കാം 180. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതി അങ്ങോട്ട് പോകും അല്ലെ, നമ്മൾ പഠിച്ചു. പിന്നെ ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതി 180 കുറച്ചാൽ ഇങ്ങോട്ട് വരും. അങ്ങനെ പഠിച്ചില്ലേ? പിന്നെ നമ്മൾ ഇത് രണ്ടും കൂട്ടിയാൽ 180 അങ്ങനെ പഠിച്ചു. അങ്ങനെയാണോ? ഇത് രണ്ടും കൂട്ടിയാൽ 180. ഇതിന്റെ പകുതി അങ്ങോട്ട് പോകും. ഇതിന്റെ പകുതി 180 കുറച്ചാൽ ഇങ്ങോട്ട് വരും. എന്നാ ഒരു കാര്യം മനസ്സിലാക്കാം.
ഇവിടെയുള്ള രണ്ട് സെൻട്രൽ ആംഗിൾസ് ഏതാ? 130 230. ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതി മുകളിലേക്ക് പോകും, ആ സെൻട്രൽ ആംഗിളിന്റെ പകുതി താഴോട്ട് പോകും. ഇത് താഴെയുള്ള സെൻട്രൽ ആംഗിൾ കേന്ദ്രകോണത്തിന് മുകളിൽ രണ്ടല്ലേ കേന്ദ്രകോണം. ഈ കേന്ദ്രകോണിന്റെ പകുതി അങ്ങോട്ട് പോകും, ആ കേന്ദ്രകോണിന്റെ പകുതി ഇങ്ങോട്ട്. 230ന്റെ പകുതി എത്ര ഉണ്ടാക്കാം? 115. ആ കാര്യം കൂടി മനസ്സിലാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the picture, O is the center of the circle. Angle PSQ equal to 110 degree. Then calculate angle R. Write all the angles of triangle POQ. Calculate the central angle of arc PRQ. ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്. കോൺ PSQ 110 ഡിഗ്രി ആണെങ്കിൽ കോൺ R കാണുക. ത്രികോണം POQവിന്റെ എല്ലാ കോണുകളും എഴുതുക. ചാപം PRQവിന്റെ കേന്ദ്രകോൺ എത്ര? O കേന്ദ്രമാണ്. നേരത്തെ ഇവിടെ തന്നെ 25 നിങ്ങൾ കണ്ടുപിടിച്ചതൊക്കെ കണ്ടുപിടിച്ചു അല്ലെ? ഇവിടെ 1 2 3 4 5 6 6 കോണുകളിൽ ഏതെങ്കിലും ഒരു കോൺ തന്നാൽ ബാക്കി 5 നമുക്ക് കാണാം. ഇവിടെ തന്നത് കൊണ്ട് നമ്മൾ ബാക്കിയിലൂടെ പോയി സഞ്ചരിച്ചു അല്ലെ? ഇനി ഇവിടെ തന്നത് ഇത് കാണാം, ഇത് കാണാം, ഇത് കാണാം, ഇത് കാണാം, ബാക്കി 5 നമ്മൾ കാണാം. റെഡി അല്ലേ? given that PSQ ഈ കോൺ എത്ര? 110 ആണ്. ഇത് 110 ആണെങ്കിൽ ഇത് എത്ര ഉണ്ടാവും? ഇതിന്റെ എന്താ സപ്ലിമെന്ററി ആണ്, കൂട്ടിയാൽ 180 ആണ്. അപ്പൊ ഇത് 110 എത്ര ഉണ്ടാവും? 70. 180 കുറച്ച് നോക്കിയാൽ മതി അല്ലേ? കോൺ R ഈക്വൽ ടു 180 110 കുറക്കാം, 70 ഡിഗ്രി കിട്ടി. സിമ്പിൾ. ഇത് 70 ആണെങ്കിൽ ഇത് എത്ര ഉണ്ടാവും? ഇതിന്റെ പകുതിയാണോ ഇത്? ഇരട്ടി അല്ലേ? ഇതിന്റെ ഇരട്ടി ഇതിന്റെ പകുതിയാണ്. കേന്ദ്രത്തിലുള്ള വലുതുണ്ടാവും. ഓക്കെ, ഇതിന്റെ ഇരട്ടി. അപ്പൊ ഇത് 70 ആവുമ്പോൾ ഉണ്ടാവും 70 140. ഇതിന്റെ പേരെന്താ? POQ. ത്രികോണം POQവിന്റെ 3 കോണ് കാണും. ഇതും 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 കാണും. അതാ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇത് കാണുക. രണ്ടാമത്തെ ഈ ത്രികോണല്ലേ, ഇതിന്റെ 3 കോണും കാണും. മൂന്നാമത്തെ ക്വസ്റ്റ്യന് ആ കേന്ദ്രകോൺ PRQവിന്റെ കേന്ദ്രകോൺ. അപ്പൊ ഇത് 70 ആവുമ്പോൾ ഇത് എത്ര ഉണ്ടാവും? 70 140 അല്ലേ? POQ. അപ്പോൾ ആംഗിൾ POQ ഈക്വൽ ടു 70ന്റെ ഡബിൾ 140 ഡിഗ്രി. അപ്പൊ ഇത് 140 ആണെങ്കിൽ ഇത് രണ്ട് ഈ 3 കോണും കൂട്ടി എത്ര ഇട്ടാ? 180 ഡിഗ്രി അല്ലേ? ഇത് 3 കൂട്ടിയാൽ 100. ഇത് മാത്രം 140 ആണ്. അപ്പൊ ഇനി ഇത് രണ്ടും കൂട്ടി എത്ര വരണം? ബാക്കി 40. എന്നാലേ 150 ഉള്ളൂ. ഇത് രണ്ടും കൂട്ടി എത്ര വരണം? 40 വരണം അല്ലെ? അത് കൂട്ടിയ 40 150 150. ഇത് കൂട്ടിയ 40 വരണം. എന്നാൽ ഇതൊരു 10ഉം ഇതൊരു 30 ആകാൻ പറ്റും? പറ്റൂല. കൂട്ടിയ 40 ആയാൽ മാത്രം പോലെ അല്ലെ? ഇത് തുല്യമാവും അല്ലെ? എന്നാൽ 20ഉം 20 ആയാലോ? 40 ആയി. ഇത് 140 കറക്റ്റ് ആയി. അപ്പൊ ഈ കോണത്തിൽ ഇത് കൂട്ടിയ 40 ആണ് ഈ പകുതിയും കോണി. അപ്പൊ ഈ കോണം 40ന്റെ പകുതി, ഇത് 40ന്റെ പകുതി. ഓക്കെ, എത്ര പിന്നെ പകുതി? 20. ഇതിന്റെ പേരെന്താ? 20 രൂപ. OPQ 20, OQP 20. അതുകൊണ്ട് കോൺ OPQവും കോൺ OQP, ഇത് OPQ മറ്റേ OQP രണ്ടും 40ന്റെ പകുതികളാണ്. എത്രകളാ? 20 ഡിഗ്രി. അപ്പൊ ഇവിടെയും 20 ആയി, ഇവിടെയും 20. അപ്പോ ത്രികോണം POQവിന്റെ കോണുകൾ എത്ര? ട്രയാങ്കിൾ. ഓൾ ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ഏതാ? POQന്റെ ആംഗിൾസ് കണ്ടേ? ഏതൊക്കെയാണ് പറഞ്ഞ? 20 20 140. ഇതാണ് രണ്ടാമത്തെ ആംഗിൾ. 3 ആംഗിൾസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? PRQവിന്റെ കേന്ദ്രം, ആ ചാപത്തിന്റെ കേന്ദ്രം, ആ ചാപം PRQവിന്റെ സെൻട്രൽ ആംഗിൾ RQ. ഇത് 140 ആണെങ്കിൽ എത്ര ഉണ്ടാവും? ഇവർ തമ്മിൽ ബന്ധം 360 കുറച്ചാൽ മതി അല്ലേ? 360 150 കുറച്ചുണ്ടാവും. 150 എത്ര കൂട്ടിയാൽ 320 220 അല്ലെ? അപ്പൊ 220 വരില്ല. അതുകൊണ്ട് ഏതാ? PRQ. ചാപം PRQവിന്റെ കേന്ദ്രം കേട്ടോ. സെൻട്രൽ ആംഗിൾ ഓഫ് RQ PRQ എത്ര ഉണ്ടാവുക? 360 140 കുറച്ച് നോക്കുക, 220. അപ്പൊ 220. ഓക്കെ,
അല്ലെങ്കിൽ വേണ്ട ഇതിന്റെ പകുതി ഇതിന്റെ ഇരട്ടിയാവില്ലത്, ഇതിന്റെ ഇരട്ടിയാണ്. ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതി അങ്ങോട്ട് പോകും, ആ സെൻട്രൽ ആംഗിളിന്റെ പകുതി ഇങ്ങോട്ട് വരും. അപ്പൊ ഇതിന്റെ ഇരട്ടി ആ സെൻട്രൽ ആംഗിളിലേക്ക്, അതിന്റെ ഇരട്ടി ഈ സെൻട്രൽ ആംഗിൾ. എങ്ങനെയാണ്? അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the picture, O is the center of the circle and angle OAC equal to 40 degree, angle OBC equal to 35 degree. Calculate angle C, all the angles of triangle AOB, central angle of arc ACB, angle P, all the angles of triangle ABC. ചോദ്യം ഇതാണ്. ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്, കൂടാതെ കോൺ OAC സമം 40 ഡിഗ്രി, കോൺ OBC സമം 35 ഡിഗ്രി ആയാൽ കോൺ C എത്ര? ത്രികോണം AOB യുടെ എല്ലാ കോണുകളും എഴുതുക. ചാപം ACB യുടെ കേന്ദ്രകോൺ എത്ര? കോൺ P എത്ര? ത്രികോണം ABC യുടെ കോണുകൾ കാണുക. കഴിഞ്ഞ പ്രോബ്ലത്തിൽ 1, 2, 3, 4, 5, 6 ഈ 6 സ്ഥലങ്ങളിൽ 1 തന്നാൽ ബാക്കി 5 കാണാൻ. എന്നാൽ അവിടെ ഈ 2 കോണുകൾ ആംഗിൾസിന്റെ കഥ പറഞ്ഞിട്ടില്ല. ഇവിടെ ഈ 2 ആംഗിൾസ് ആണ് വന്നത് എങ്കിൽ നമുക്ക് ഇവിടെയുള്ള 6 ആംഗിൾസും കാണാം. ഈ 2 കോണുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുമായി ബന്ധമില്ല. 1, 2, 3, 4, 5, 6 ആ 6 ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ ബാക്കി 5 നമുക്ക് കാണാം. 6 ഒറ്റൊന്നും നമുക്കറിയില്ല, പകരം അവിടെ ഉള്ള 2 ആംഗിൾസ് ആണ്. തുടങ്ങുക. കണ്ടുപിടിക്കേണ്ടത് ഇത് കാണും, ഇത് കാണും, ഈ 3 കാണും, ഇത് കാണും, പിന്നെ ABCയുടെ എല്ലാ കോണും കാണും. നമ്മള് ഇത് വൃത്തകേന്ദ്രം Oയിൽ നിന്നും സിയിലേക്ക് വരക്കണം. OC വരച്ചു. ഫസ്റ്റ് സ്റ്റെപ്പ് OC വരും. ഇങ്ങനെ OC വെച്ചപ്പോ ഇവിടെ 2 ട്രയാങ്കിൾസ് ഉണ്ട് അല്ലെ. ഇതിൽ ഈ ട്രയാങ്കിളിലേക്ക് നോക്കും. OBC കേട്ടാ, ട്രയാങ്കിൾ OBC OBC. ത്രികോണം OBCയിലേക്ക് നോക്കും. ഇതിൽ 2 വശങ്ങൾ തുല്യമല്ലേ? OB തന്നെയല്ലേ OC? ആരങ്ങൾ റേഡിയസ് ആണ് അല്ലെ. OB സമം OC ആണ്. OB തന്നെയാണ് OC. അപ്പൊ അത് സമപാർശ്വ ത്രികോണമാണ്. 2 വശങ്ങൾ തുല്യം, അപ്പൊ 2 കോണുകൾ തുല്യം ഉണ്ടാവും. ഇതല്ലേ 2 തുല്യ വശങ്ങൾ. ഇതിനെതിരെയുള്ള കോണും ഇതിനെതിരെയുള്ള കോണും തുല്യം. ഈ കോണ് തന്നെയായിരിക്കും ഈ കോൺ, ശരിയല്ലേ? ഇത് 35 ആയതുകൊണ്ട് ഈ കോൺ 35. ഏതാ 35? OBC 35 ഉണ്ട് തെളിവ്. അതുകൊണ്ട് OCB എത്രയായിരിക്കും? 35. കോൺ OBC സമം 35 ഡിഗ്രി. therefore ആംഗിൾ OCB എത്രയായിരിക്കും വരിക? 35. ഓക്കെ. ഇനി ഇവിടെയുള്ള ത്രികോണം. ഇനി ട്രയാങ്കിൾ നോക്കുക. ഇവിടെ നമുക്കറിയാം 40 അല്ലെ. ഇതിൽ OA തന്നെയാണ് OC അല്ലെ. ഏതാ ത്രികോണം? AOC അല്ലെങ്കിൽ OAC എന്ന ത്രികോണം. ത്രികോണം OACയിലേക്ക് നോക്കും. OA തന്നെയാണ് OC. OA തന്നെയാണ് OC. സമപാർശ്വ ത്രികോണമാണ്. ഈ 2 വശം തുല്യമാണ്. അപ്പൊ ഇതിന് എതിർകോണം തുല്യവും. ഇത് 40 ആകുമ്പോ 40 ആവും. ഇതിന് വരണ്ട OAC. കോൺ OAC വെറും 40 ഡിഗ്രി. അതുകൊണ്ട് കോൺ OCA എത്ര ഉണ്ടാവും? 40. കോൺ OAC 40 ഡിഗ്രിയാണ്. therefore ആംഗിൾ OCA ഈക്വൽ ടു 40 ഡിഗ്രി. അപ്പൊ ഈ 40 ഇങ്ങോട്ട് കയറും. ഇവിടെ നമ്മൾ പറഞ്ഞു 35 ഇങ്ങോട്ട് കയറില്ലേ? ഈ 35 ഇങ്ങോട്ട് കയറി ഇവിടെ വന്നു. അതായത് ഈ 2 കോണുകളും ഇങ്ങോട്ട് കയറും. ഈ 2 കോണും കൂട്ടി എത്രയാ? 40, 35, 75 അല്ലേ? അതായിരിക്കും ഈ കോൺ മുഴുവൻ. അതായത് കിട്ടി കോൺ C നമുക്ക് കിട്ടി 35, 40 കൂട്ടുക എത്ര ഉണ്ടാവും? 75. ഓർക്കാം, അവിടെയുള്ള കോണും ഇവിടെയുള്ള കോണും കൂട്ടിയാൽ എത്രയാണോ അതായിരിക്കും ഇവിടെ. ഇനിയിപ്പോ മൊത്തം 60 ഡിഗ്രി ആണെങ്കിൽ അത് 30ഉം ഇത് 30ഉം അങ്ങനെ ആവണമെന്നില്ല. 50 അവിടെ വന്നിട്ട് 10 ഇവിടെ വരാം, 20 ഇവിടെ, 40 അവിടെ. ഇത് മൊത്തം 40 ഡിഗ്രി ആണെങ്കിൽ അതിനർത്ഥം ഇത് 20ഉം ഇത് 20ഉം എന്നില്ല. ചിലപ്പോ 20, 20, 40, ചിലപ്പോ ഇത് 30, 10 ഇവിടെ എങ്ങനെയുണ്ട്. അപ്പൊ നമുക്ക് കിട്ടി കോൺ C എത്രയാണ്? 75 ഡിഗ്രി. ഓക്കെ. പിന്നെ ബാക്കിയൊക്കെ എളുപ്പം. ഇത് എത്ര ഉണ്ടാവും? ഇത് 75 ആകുമ്പോൾ എത്ര ഉണ്ടാവും? 75ന്റെ ഇരട്ടി 100.
150 അല്ലെ? ഈ 3 കോണും കാണും. ഇത് 150 ആണെങ്കിൽ എത്ര ഉണ്ടാവും? ഇത് കൂട്ടിയാൽ 30, 20ഉം 10ഉം പറ്റില്ല, തുല്യമാണ്. അപ്പൊ എത്ര? 15. ഓക്കെ, ഇത് 150 ആണ്. യാത്ര ഉണ്ടാവും 360 ബാക്കി 210 അല്ലേ? കൂട്ടി നോക്കാം. അത് 75 ആണ്. ഇതെത്ര ഉണ്ടാവും? 75. ഇരട്ടിയല്ല, കൂട്ടിയാൽ 180, 105 അല്ലെ? 105. ഇതിന്റെ ഇരട്ടി അങ്ങോട്ട് വരും, ഇതിന്റെ പകുതി അങ്ങോട്ട്, അതിന്റെ പകുതി ഇങ്ങോട്ട്. കിട്ടി ഈ കോണം. പിന്നെ ഒരു രാസ ബസ്സിലാണ് ത്രികോണം എ ബി സിയുടെ കോണുകള. എ ബി സി എന്റെ കോണാണ് ഒന്നിതാണ് മുഴുവൻ. എത്ര ഉണ്ടാവും? ത്രികോണം എ ബി സി ഒരു കോൺ എ, കോൺ ബി, അതുപോലെ കോൺ സി. എത്ര ഉണ്ടാവും? കോൺ എ 40ഉം 15ഉം കൂട്ടിക്കോ 55. കോൺ ബി എത്ര ഉണ്ടതാ? 35ഉം 15ഉം 50 അല്ലെ? 50. കോൺ സി എത്ര ഉണ്ടാവും? 75. ഈ 3 കോണം കൂട്ടിയാൽ 180. ഇത് രണ്ടും കൂട്ടിയാൽ 105, 75, 105, 105. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുക. Next question. In the picture, O is the center of the circle. A, B, C are the points of the circle. Angle AOC equal to 40 degree. Angle BOC equal to 70 degree. Calculate all the angles of triangle ABC. ചോദ്യമാണ്. ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്, എ ബി സി വൃത്തത്തിലെ ബിന്ദുക്കളാണ്. കോൺ AOC 40 ഡിഗ്രിയും കോൺ BOC 70 ഡിഗ്രിയുമാണെങ്കിൽ ത്രികോണം എ ബി സിയുടെ എല്ലാ കോണുകളും കാണും. ഇത് നമ്മൾ നേരത്തെ വരച്ച അതേ ചിത്രമല്ല അല്ലെ? മാറ്റം. എനിവേ, ഇത് 40, ഇത് 70. എ ബി സിയുടെ 3 കോണാണ്. ഇങ്ങനെ ത്രികോണം എ ബി സി ഇങ്ങനെ എടുക്കണതാണ്. ഇവിടെ എ, ഇവിടെ ബി, ഇതാ ഇത് കാണും, ഇത് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഇതാണ് കോൺ എ, എ ബി സിയിലെ ഒരു കോൺ. ഇത് ബി ഇങ്ങനെ വന്നിട്ട് കേട്ടാ. സി അറിയുമ്പോൾ മുഴുവൻ. അപ്പൊ ഇതും ഇതൊക്കെ കാണുന്നതാണ്. കുഴപ്പമില്ലേ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വൃത്തം, അത് 2 പോലെ എ ബി, ഇതിനെ ചാപം എ ബി, ആർക്ക് എ ബി എന്ന് പറയും. ഇങ്ങനെ വെച്ചാൽ കോടി എ ബി, ഞാൻ എ ബി. എന്താണെങ്കിലും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള കോണിന്റെ പകുതി ആയിരിക്കും അങ്ങോട്ട്. ഇത് 100 ആണെങ്കിൽ 50. അത് ഇങ്ങനെ വരച്ചാലും ഇതിന്റെ പകുതി. ഇങ്ങോട്ടാണെങ്കിലും ഇങ്ങനെയാണെങ്കിലും ഇതിന്റെ പകുതി വന്നു. പഠിച്ചില്ലേ? ഇവിടുന്ന് ഇങ്ങനെ 50 ആണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇതിന്റെ പകുതി വന്നു. അപ്പോ ഈ 40 ഡിഗ്രിയിലേക്ക് നോക്കും. ഇത് 40 ആണ്. ഇത് ആരുടെ കേന്ദ്ര കോണ? സെൻട്രൽ ആംഗിൾ. ഇവിടുന്ന് ഈ 40 ഇങ്ങനെ വരുന്ന ആലോചിച്ചത് എയും സിയും. എ സി എന്ന ആർക്കിലേക്ക് നോക്കാം. എ സി എന്ന ചാപം, എ സി എന്ന ചാപത്തിലേക്ക് നോക്കും. അതിന്റെ കേന്ദ്ര കോണാണ് 40. എങ്കിൽ ഈ ചാപം അല്ലാത്ത ബാക്കിയുള്ളത് മുഴുവൻ അതിന്റെ ആൾട്ടർനേറ്റ് ആൾക്കാർ മറുചാപമാണ്, ശിഷ്ടചാപം. ഇവിടെ നിന്ന് തുടങ്ങി കേന്ദ്രത്തിൽ തട്ടി ഇങ്ങോട്ട് വന്നാൽ അതിന്റെ പകുതി കോണായിരിക്കും ഇതിന്റെ മറുചാപത്തിലേക്ക് ഇവിടുന്ന് വരച്ച്. ഇവിടുന്ന് ഇങ്ങനെ വന്ന് തട്ടി ഇങ്ങോട്ട് വന്നാൽ 40 ആണെങ്കിൽ ഇവിടുന്ന് വരച്ച് ഇവിടെ എത്തുന്ന ഈ ഭാഗത്ത് തട്ടുന്ന ഒരു കോൺ ഉണ്ടെങ്കിൽ അത് അതിന്റെ പകുതിയായിരിക്കും. അപ്പൊ ഇവിടുന്ന് വന്ന് അതിലൂടെ പോയി ഇങ്ങോട്ട് വന്നാൽ ഇതിന്റെ പകുതി വന്നാൽ എത്ര ഉണ്ടാവും? 20. ഇത് 40 ആയതുകൊണ്ട് എത്ര ഉണ്ടാവും? 20 ഡിഗ്രി. കോൺ AOC, കോൺ AOC സമം 40 ആയതിനാൽ കോൺ ACB എത്ര ഉണ്ടാവും? 40ന്റെ പകുതി എത്രയാണ്? 20. ഓക്കെ, ഇനി അതുപോലെ 70ലേക്ക് നോക്കും. 70 എങ്ങനെ വരുന്നതാണ്? 70 ഉണ്ടാക്കുന്നത് 2 വരകളാണ്, ഇതും ഇതും അല്ലെ? ഈ ചാപത്തിലേക്ക് നോക്കാം. ബിയിൽ നിന്നും സിയിൽ നിന്നും, സിയിൽ നിന്നും ബിയിൽ നിന്നും പോകണം. അപ്പോ BC എന്ന ചാപത്തിലേക്ക് നോക്കും. ഇതിന്റെ കേന്ദ്രകോണാണ് 70. എങ്കിൽ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ അവസാനിക്കുന്ന ഈ ചാപത്തിലല്ലാത്ത എവിടേക്ക് വരച്ചാൽ, ഈ ചാപത്തിലല്ലാത്ത സ്ഥലം പറഞ്ഞാൽ ഇവിടുന്ന് തുടങ്ങാം. ഇവിടുന്ന് വരക്കാം. കേന്ദ്രത്തിൽ പോയിട്ട് ഇങ്ങോട്ടാണ്. ഇവിടെയാണ് ഇതിന് തുടക്കം അവസാനം. അപ്പൊ ഇവിടുന്ന് പോയിട്ട് ഈ മറുചാപത്തിൽ എവിടെ തട്ടിയാലും മടങ്ങി എത്തിയാൽ ഇതിന്റെ പകുതി ഉണ്ടാവും. അപ്പൊ ഇവിടുന്ന് വന്ന് ഇങ്ങനെ തട്ടി ഇങ്ങോട്ടാ. ഇത് 70 ആവുമ്പോൾ ഉണ്ടാവുന്നത്
35. ഏതാ 70 കോൺ BOC സമം 70 ആയതിനാൽ കോൺ എത്ര ഉണ്ടാവും? BAC ലെ കോൺ BAC സമം അതിന്റെ പകുതി 70ന്റെ പകുതി 35 ഡിഗ്രി. ത്രികോണം ABC ന്റെ കോണുകൾ നമുക്ക് കാണും. ഇതിലൊരു കോൺ ഉണ്ട്, രണ്ടാമത്തെ ഉണ്ട്. നീ കോൺ കണ്ട അതാണ് കോൺ C. അല്ലെങ്കിൽ കോൺ ACB എന്ന് വേണമെങ്കിൽ പറയാം. ആ മൂന്നാമത്തെ കോൺ 35ഉം 20ഉം ഇതും കൂട്ടിയാ 150. അപ്പൊ 35ഉം 20ഉം കൂട്ടുക, 35ഉം 20ഉം കൂട്ടിയ എത്രയാണോ അത് 150 കുറച്ചാൽ നമുക്ക് 3 കോണും കൂട്ടിയാ 150 അല്ലേ? ഈ കോണും ഇതും കൂട്ടിയാ 150. ഇത് രണ്ടും കൂടെ കൂട്ടി എത്രയാണോ നോക്കുക 55. അത് 150 കുറക്കാം. ആ കൂട്ടിയ 55 ആണ് 150 കുറക്കാം. എത്ര ഉണ്ടാവും? 50 ആണ് 130. ഒരു 5 കൂടെ കുറക്കുമ്പോ 125. അപ്പൊ കോൺ C അല്ലെങ്കിൽ ACB എത്ര കിട്ടി? 125. അപ്പൊ ത്രികോണം ABC യുടെ കോണുകൾ ഓൾ ദ ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ ABC ഏതൊക്കെ? 20, 35, 120. ഇങ്ങനെയാണ് C. ഓക്കെ. അപ്പോ ഇതോടുകൂടി നമ്മൾ ഈ ഒരു സെഷനോട് അവസാനിപ്പിക്കുകയാണ്. പുതിയ ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത സെഷനിൽ തിരിച്ചു വരും. ഓക്കെ.